പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജീവനോടെയുണ്ടെന്ന് സ്ഥിരീകരിച്ച അദ്ദേഹത്തിന്റെ സഹോദരി റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലെത്തി ഇമ്രാൻഖാനെ നേരിൽ കണ്ടതിന് ശേഷമാണ് സഹോദരി ഉസ്മയുടെ പ്രതികരണം. തന്റെ സഹോദരന്റെ ദുരവസ്ഥയ്ക്ക് കാരണം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറാണെന്ന് ഉസ്മ കുറ്റപ്പെടുത്തി. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ജിഷ്ണു, അദ്ദേഹത്തിന് മാനസികമായി ഈ ജയിൽവാസം തകർത്തു കളഞ്ഞു, അതുപോലെ തന്നെ ഈ സൈനിക മേധാവിയുടെ ഇടപെടലും അദ്ദേഹത്തിനെ കച്ചക്കി എറിഞ്ഞു കളഞ്ഞു മനസ്സുകൊണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN നോക്കൂ, 47 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇമ്രാൻഖാനെ കുറിച്ച്, പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ കുറിച്ച് ഒരു വിവരം പുറത്തു വരുന്നത്. ഈ 47 ദിവസമായി കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്തകൾ, കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള അംഗങ്ങൾ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. പെഷാവറിലും അതുപോലെ ഇസ്ലാമാബാദിലും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾ ഈ ഇമ്രാൻഖാനെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്രവർത്തകർ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ഉസ്മ സ്ഥിരീകരിക്കുകയാണ് ഇമ്രാൻഖാൻ ജീവനോടെ ഉണ്ട് എന്നത്. നേരത്തെ തന്നെ ഈ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ജയിലിൽ 5 സ്റ്റാർ ഹോട്ടലിലെ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുകയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നേരിട്ട് കാണാൻ സാധിക്കാത്ത ഒരു ആശങ്ക സുഹൃത്തുക്കളിലും കുടുംബാംഗങ്ങളിലും ഉണ്ടായിരുന്നു. ആ ആശങ്കയാണ് ഇപ്പോൾ അവസാനിക്കുന്നത്. ഇമ്രാൻഖാൻ ജീവനോടെ ഇരിക്കുന്നു എന്ന് സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ജിഷ്ണു രവീന്ദ്രൻ. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നാണ് ജിഷ്ണു തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.